കോഴിക്കോട് സ്കൂട്ടറിനുള്ളിൽ പാമ്പുമായി യുവാവ് സഞ്ചരിച്ചത് കിലോമീറ്ററോളം. പുറമേരി സ്വദേശി അൻഫസ് ആണ് ഇന്നലെ പാമ്പ് കടി ഏൽക്കാതെ രക്ഷപ്പെട്ടത്. പുറമേരിയിൽ നിന്ന് ചാലപ്പുറത്തെ ബന്ധുവിന്റെ വീട്ടിൽ പോയി തിരികെ വരുന്നതിനിടയിലാണ് കയ്യിലേക്ക് എന്തോ ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായി മനസ്സിലായത്. പരിശോധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു. ദാ വരുന്നു. ഇതെവിടുന്നാ വരുന്നതെന്ന് നോക്കിയേ. പാമ്പ് നേരെ ടയറിൻ്റെ അടിയിൽ കൂടി കയറി ഹാൻഡിലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ പൊട്ടിലൂടെ അതിനുശേഷം അവിടെയുള്ള ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്ന് കയറുകയാണ്. നാലുചൂക്കും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വന്ന് കൈയിടലിലൂടെ ഇങ്ങനെ സാവധാനം കയറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ആണെങ്കിൽ എന്തോ ഒരു തണുപ്പ്, ഒരു സുഖമുണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ വലതുവശത്തേക്ക് നോക്കും. അതാ പാമ്പ്. പിന്നെന്താ സംഭവിക്കുക എന്നുള്ളത് നാട്ടുകാർക്കേ മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ ഏതായാലും വളരെ ആ സമയത്ത് ഭയന്നു പോയെങ്കിലും അല്ലേ, വർക്ക്ഷോപ്പ് ജീവനക്കാരുടെ സഹായത്തോടെ സ്കൂട്ടറിന്റെ മുൻഭാഗം അഴിച്ചു മാറ്റിയാണ് പാമ്പിനെ പുറത്തെടുത്തത്. ഷഹദ് റഹ്മാൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹദ് റഹ്മാൻ, ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വെരിപ്പാവുന്നു. ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയിലേ കയ്യിലേക്കൊക്കെ ഒരു പാമ്പ് ഇഴഞ്ഞു കയറുന്നത് കണ്ടാൽ നമ്മൾ വല്ലാതെ പാനിക്കായി പോകും. ചില ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ബൈക്കാണോ സ്കൂട്ടറാണോ എന്ന് നോക്കൂല, ഇറങ്ങി എടുത്തു ചാടി ഓടാനും ശ്രമിക്കും. എന്തായാലും ഔചിത്യത്തോടു കൂടി ശ്രമിച്ചു. പാമ്പ് കടി ഏൽക്കാതെ രക്ഷപ്പെട്ടു. കിലോമീറ്ററുകളോളം ഈ പാമ്പിന് സൗജന്യ യാത്ര കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് സംഭവിച്ചത് ഷഹദ് റഹ്മാൻ? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് പുറമേരിയിൽ നിന്ന് കോഴിക്കോട് ചാലപ്പുറത്തേക്കുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു ഈ അൻഫാസ് എന്ന് പറയുന്ന യുവാവ്. അതിനിടയിലാണ് ഈ സംഭവമൊക്കെ തന്നെ നടക്കുന്നത്. അതായത് കിലോമീറ്ററോളം ഈ പാമ്പ് ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ടയറിന്റെ ഉള്ളിലൂടെ കയറുന്നു. പിന്നെ അത് ഏറ്റവും ഒടുവിൽ ഈ കൈ, അതായത് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈയിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ എത്രത്തോളം അത് പണിപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. അങ്ങനെ അത് കയ്യിലേക്ക് കയറിയാണ്. അപ്പോൾ കൈ കയറുന്ന സമയത്താണ് ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ എന്തോ ഒന്ന് ഇങ്ങനെ ഇഴഞ്ഞ് കയറുന്നുണ്ടല്ലോ എന്നൊരു തോന്നല ഈ യുവാവിന് തോന്നുന്നത്. അങ്ങനെയാണ് ഈ യുവാവ് നോക്കുമ്പം ഈ ചെറിയ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ ഈ പാമ്പ് ഇങ്ങനെ പുറത്തേക്ക് തലയിടുന്നത് കാണുന്നത്. അപ്പം പെട്ടെന്ന് പേടിക്കാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കാതെ വീഴാതെ കൃത്യമായി പതിയെ വണ്ടി ഒരു വർക്ക്ഷോപ്പിന് സമീപത്ത് കൊണ്ടുപോയി നിർത്തുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിലുള്ള ആളുകളോട് കാര്യം പറയുന്നു. ആ സമയത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ആളുകളോട് പറയുന്നു. അങ്ങനെ വാഹനത്തിന്റെ മുന്നിലെ അത് മൊത്തമായിട്ട് അഴിച്ചു മാറ്റുന്നു. കാരണം ഈ പാമ്പിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, മറ്റു ഭാഗങ്ങളൊക്കെ ഈ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം അഴിച്ചു മാറ്റിയാണ് ഏറ്റവും ഒടുവിൽ ഈ പാമ്പിനെ പുറത്തെടുത്തത് എന്നുള്ളതാണ്. എന്തായാലും തലനാരിഴയ്ക്കാണ് വലിയ രീതിയിലുള്ള അപകടം ഇല്ലാതെ രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. ഓക്കെ, എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്താണെങ്കിലും ഷൂസ് ഇടുന്ന സമയത്താണെങ്കിലും ഹെൽമെറ്റ് എടുത്ത് തലയിൽ വയ്ക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നിങ്ങൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഈ പാമ്പൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടയറിൻ്റെ ഇടയിലോ അതിൻ്റെ ബ്രേക്കിൻ്റെയും ഈ ക്ലച്ചിൻ്റെയും ആക്സിലേറ്ററിൻ്റെയൊക്കെ ഇടയിലോ ഉള്ളിലെ ആ മഡ്ഗാർഡിൻ്റെ ഭാഗത്തേക്കൊക്കെ ചിലപ്പോൾ ഈ പാമ്പ് കയറി ഇരുന്നിട്ടുണ്ടാവും. പാമ്പിന് ശബ്ദം കേട്ടാൽ മനസ്സിലാവില്ല, പാമ്പിന് ശബ്ദം കേൾക്കാൻ പറ്റില്ലല്ലോ, അതിന് ഗന്ധവുമില്ല, അതിനാകെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതിങ്ങനെ പുറത്തുകൂടി വന്ന് ഹാൻഡിലൂടെ വന്ന് തലയിൽ ഇങ്ങനെ ഇട്ട് ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കയറി ഇങ്ങനെ എഴഞ്ഞു പോകാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ അത് ഓർക്കുമ്പം തന്നെ അല്ലേ ഒരു ചെറിയ വെരുപ്പ് വന്നില്ലേ? അതാണ് സംഭവം. അതുകൊണ്ട് സൂക്ഷിച്ചോളൂ. പാമ്പ് എവിടെയും കയറി ഇരിക്കാൻ